ഇത്തവണ കോഴി വാങ്ങിയ സമയത്ത് ദേ 2 ലിവറാണ് ട്ടോ ഒരു കോഴിക്ക് കിട്ടിയിരിക്കുന്നത്. സംഭവം കോഴിക്ക് ഒരു ലിവർ തന്നെ ഉള്ളൂ ട്ടാ. ഇത് 2 എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടുന്ന് ചിക്കൻ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ഈ പാർട്സ് ഒന്നും നമുക്ക് തരുന്നില്ല. ഇത് മറിച്ച് വെക്കുക. എല്ലാ ചിക്കൻ കടയിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലയിടത്തൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അവരെന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് നമ്മുടെ ചിക്കൻ തന്നെ കുറച്ച് പീസ് അവർ മാറ്റി വെച്ച് അടുത്ത ആൾക്ക് വെക്കുക. അപ്പോൾ അവർക്ക് 2 ബിസിനസ്സായി. ഇതിപ്പോൾ നമുക്ക് തരുന്നതിൽ നിന്നാണ് ഈ പല പീസുകൾ ഇവർ മാറ്റി വയ്ക്കുന്നത്. ഇതിപ്പോൾ ചിക്കനിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഏതാ പീസ് ഏതൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ പാർട്സുകളൊക്കെ ഉണ്ട്, ലിവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ എന്തായാലും അറിയും. അങ്ങനെയുണ്ട്. ഞങ്ങൾ ഒരു തവണ പോയി കംപ്ലയിൻറ്റ് ചെയ്തത്. അപ്പോൾ അത് ഇപ്പോൾ കറക്റ്റായി തരുന്നുണ്ട്, ഒരെണ്ണം എക്സ്ട്രാ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അതാണ് ഈ 2 എണ്ണം ലിവർ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മേടിക്കുന്ന സമയത്ത് ഓപ്പണായിട്ട് കട്ട് ചെയ്തിരില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മേടിക്കുക കേട്ടോ. ഉള്ളിൽ പോയിട്ട് കട്ട് ചെയ്തിരുന്നതിൽ ചിലരൊക്കെ ഇതുപോലെ പറ്റിക്കുന്നുണ്ടാവും കേട്ടോ. എല്ലാവരും അല്ല പറയുന്നത്, ചിലർ പറ്റിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണ്ട മേടിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് രാത്രിക്ക് നമുക്ക് ചിക്കൻ കറിയും പൊറോട്ടയും ആക്കുകയാണ് കേട്ടോ. പത്തിരി ആക്കാമെന്ന് എഴുതി, പത്തിരി കിട്ടിയില്ല. അപ്പോൾ പിന്നെ വേഗം പൊറോട്ട ആക്കാമെന്ന് എഴുതിയിട്ടാണ്. പൊറോട്ടയോ പത്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും തേങ്ങ അരച്ചിട്ടൊക്കെയാണ് കേട്ടോ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചോറിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും ഇടില്ല, തേങ്ങ ഇടില്ല. അപ്പോൾ ഇത് ഇന്ന് രാത്രിക്ക് ഇത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അവസാനം നമ്മളിതൊന്ന് താളിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാവും കേട്ടോ. നല്ല മഴയും അതുപോലെ തന്നെ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ ആകുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് എന്ന് അറിയാം രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് താളിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. 2 ദിവസം മുന്നേ ഞായറാഴ്ച തവണ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പത്തിരിക്കും പുട്ടിനൊക്കെ അരി പൊടിച്ച് വെച്ചത് വാങ്ങിക്കാറുമുണ്ട്, പൊടിച്ച് വെക്കാറുമുണ്ട്. പക്ഷേ ഇഡലിക്കും ദോശയ്ക്കും വീട്ടിൽ പൊടിച്ച് വെക്കുക പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പേര് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും കേട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ദേ ആ ഒരു പൊടി കൊണ്ട് ഞാൻ തലേ ദിവസം ഇതുപോലെ ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താണ് കേട്ടോ. അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം. തലേ ദിവസം പൊടി നമുക്ക് വേണ്ടതെടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ അടച്ച് വെക്കുന്നുണ്ടെങ്കിൽ കാലത്ത് മിനിറ്റ് ഈസി ആയിട്ട് നമുക്ക് ദോശ ഇട്ട് കൊടുക്കാം കേട്ടോ. ദോശ ഇഡലി എന്ത് വേണം ചുട്ടെടുക്കാം. ഇഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കില്ലേ, നല്ല പഞ്ഞ് പോലെയുള്ള ഇഡലി എന്നൊക്കെ പറയില്ലേ, അതന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ പൊടിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രവാസികൾക്കും ജോലിക്ക് പോകുന്ന മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് താമസിച്ച് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വീട്ടിലെ ഇഡലിയും ദോശയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുത്തു വിടുകയെന്നുണ്ടെങ്കിൽ അവർക്ക് തലേ ദിവസം ഒന്ന് കലക്കി വെച്ച് ചുട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.